സാഹിത്യകാരന്മാരും രാജ്യത്ത് തന്നെ സാഹിത്യകാരന്മാരും എല്ലാം ഈ അവാർഡ് പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും ഇന്നത്തെ 3 മണിക്കായി കാത്തിരിക്കുകയായിരുന്നു രാജ്യത്തെ സാഹിത്യ പ്രവർത്തകർ മുഴുവൻ. എന്താണ് സാർ സംഭവിച്ചത്? ഈ ജനങ്ങളോട് നമ്മൾ എങ്ങനെയാണ് അത് വിശദീകരിക്കുക? കേന്ദ്ര സാഹിത്യ അക്കാദമി ഇപ്പോഴും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് ഫണ്ടഡ് ആയിട്ടുള്ളതാണ്. കൾച്ചറൽ മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് വരുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം പോയി ജഡ്ജസിനെയൊക്കെ വെച്ച് വളരെ നിഷ്പക്ഷമായ രീതിയിൽ അവാർഡ് നിർണയം നടത്തുകയും കമ്മിറ്റിയിൽ വെച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിക്ലെയർ ചെയ്യുന്നിടത്ത് ഗവൺമെൻറ് അടുത്തുനിന്ന് ഒരു ഓർഡർ വന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള MOU പ്രകാരം നമുക്കത് അവഗണിച്ച് തല്ലാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മളത് നിർത്തിവെച്ചു. എല്ലാ അവാർഡും തീരുമാനിച്ച ശേഷം സർക്കാരിൽ നിന്നൊരു ഉത്തരവ് വരികയാണ്, തൽക്കാലം ഇത് പ്രഖ്യാപിക്കാൻ നിർത്താം. അവരൊരിക്കലും ഇത് ഇത് മാറ്റണമെന്നോ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ഒന്ന് സ്റ്റോൾ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടപ്രകാരം പ്രഖ്യാപിക്കുകയല്ലേ? അതെ, സാധാരണ എക്സിക്യൂട്ടീവ് ബോർഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിയാവുമ്പോൾ പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. അതിൽ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുക. ആ പോയിന്റിലെത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത് കൊണ്ട് നമ്മളത് പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരവസ്ഥ. വലിയ വിഷമം നൽകുന്ന കാര്യമല്ലേ? വളരെ വിഷമം നൽകുന്ന കാര്യം. എഴുത്തുകാർക്കൊക്കെ ഭയങ്കര മാനസികമായിട്ട് ഞങ്ങൾക്കിത് ഈ പിന്നെ രാജ്യമൊട്ടുക്ക് തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവും. ഇത് സാഹിത്യ അക്കാദമി മെമ്പർമാരൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരൊക്കെ പിന്നെ ഇതിൻ്റെ അവാർഡ് നിർണയത്തിന് വേണ്ടി ഓരോ സ്ഥലത്ത് പോയി ജൂറിനെ വിളിച്ച് പ്രതിഷേധം അറിയിച്ചു അങ്ങടക്കമുള്ള. തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഒറ്റ ചോദ്യം കൂടി. ഈ കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ ഒരു ഓട്ടോണമസ് സംവിധാനമായ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ കേന്ദ്ര സർക്കാർ ഈ വിധത്തിൽ ഇടപെടുന്നത് ശരിയാണെന്ന് കാണുന്നു? ഒരിക്കലും ശരിയല്ല. ഇത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ എൻ്റെ കമൻസ് എൻ്റെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോഴും ഞാൻ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നേരെയാക്കി എടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് എനിക്ക് ഉള്ളത്. എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ KP രാമനുണ്ണി, ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ബോർഡ് മെമ്പറാണ് KP രാമനുണ്ണി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്.